ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ശ്വേത, 2013-2016 ബാച്ചിലെ അലുമിനസാണ്. ഒരു ഗവർണിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് ഇതിനോട് പൂർവ്വ സഹകരണം ഉണ്ടാവണം എന്ന് എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു. 3 മാസം
എൻ്റെ ബാച്ച്, അതായത് ബികോം 2002 ബാച്ച് ഞങ്ങളൊരു അലുമിനി മീറ്റ് നടത്തി. ഞങ്ങളുടെ ബാച്ചിൻ്റെ 20ാം വർഷത്തിൻ്റെ അന്ന് ഞങ്ങൾ മാനേജർ അച്ഛൻ പറഞ്ഞൊരു അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ പറഞ്ഞൊരു കോളേജ് ഈസ് യുവർ സെക്കൻഡ് ഹോം. നിങ്ങൾ എന്ന് ഇതിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നോ നിങ്ങളിവിടെ കയറുക, ഇത് നിങ്ങളൊരു സെക്കൻഡ് ഹോമായിട്ട് തോന്നുക. എന്നാൽ അൽമാമയെ കോട്ടുന്നത് ആ അച്ഛനോട് ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മരിയൻ ഡയറീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൺ ബിഹാഫ് ഓഫ് മാക് ഫാമിലി വി ഹോൾഹാർട്ട്ലി വെൽക്കം യു ഫാദർ. ഞാൻ 99 വരുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ ഒരാളുണ്ട്, സുമുഖനും സുന്ദരനുമായ ആ വ്യക്തിയാണ് ഇന്ന് ഈ ഒരു കോളേജിൻ്റെ നയിക്കുന്ന പ്രിൻസിപ്പൽ. മറ്റാരുമല്ല, പ്രൊഫസർ ഡോക്ടർ അജ്മൽ സാർ. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അജ്മൽ സാർ. അജ്മൽ സാറിനെ മാക്കിൻ്റെ ഫാമിലിയുടെ പേരിൽ മരീൻ ഡയറീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മരീൻ കോളേജിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ച നമ്മുടെ മുൻകാല പ്രിൻസിപ്പൽ അച്ഛനും കൂടെ നമ്മുടെ കൂടെയുണ്ട്. റോയി അച്ഛൻ, ഞങ്ങളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന റോയി അച്ഛൻ ഇപ്പോൾ അമൽ ജ്യോതിയുടെ പ്രിൻസിപ്പലായിട്ട് ഇരിക്കുകയാണ്. റോയി അച്ഛനെ എല്ലാവിധ സന്തോഷത്തോടെയും കൂടെ മരീൻ ഡയറീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചൊരു എന്താ പറയുക, ഒരു വലിയ ഒരു പ്രൗഡ് മൊമെൻ്റാണ് ഇത്. മരീൻ അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സംസാരിക്കുന്നതുകൊണ്ടല്ല, പക്ഷേ എന്നെ പഠിപ്പിച്ച് ഞങ്ങളുടെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഇവിടെ സ്പെൻഡ് ചെയ്ത് ആ ഒരു എൻ്റെ ഫോർമേഷൻ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള റിട്ടയർഡായിട്ടുള്ളവരും ആകാത്തതുമായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇതുപോലൊരു സോൾ ആയിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു. അവരെല്ലാം ഇങ്ങനെ കേൾക്കാതെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ അതിൽ പല അഭിമാനം എനിക്ക് തോന്നുന്നത്. അത് പ്രസിഡൻഷിപ്പ് ഒന്നുമല്ല. അതുപോലെ എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മൈനോറിറ്റി ആളുകളും ബികോം ഫാമിലിയിലുള്ള ടീച്ചേഴ്സാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. അതിനകത്ത് അങ്ങനത്തെ ഒരു സ്വകാര്യ ഒരു സന്തോഷം കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ അവസരം ഉപയോഗിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാ പ്രോഗ്രാമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഏറ്റവും ഒരു ഗുഡ് ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്ത നമ്മുടെ ടീച്ചേഴ്സിനെ അവർക്കൊരു നമ്മളൊരു ഗുരുവന്ദനം നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഡിസ്കഷൻ സ്റ്റേജിൽ ആദ്യം ചെയ്ത ഒരു പരിപാടിയാണ്. 2 ദിവസത്തെ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഓണറിങ് അല്ലെങ്കിൽ റെക്കഗ്നൈസിങ് അവർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലും നല്ലൊരു വഴി ഇതിലില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാവർക്കും ഈ ഒരു 2 ദിവസത്തെ ഈ പരിപാടി എനിക്ക് ഉള്ള ഒരു ജനറൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടും പോകാതെ ഞങ്ങളുടെ ഈ 2 ദിവസത്തെ സെലിബ്രേഷനോടൊപ്പം പങ്കെടുക്കണം. സമയമുള്ളവരൊക്കെ നിൽക്കണം. നാളത്തെ മീറ്റിങ്ങുകൾ ഉൾപ്പെടെ നിൽക്കാൻ സാധിക്കുന്നവർ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു വിഷ് യു ഓൾ എ വെരി മെമ്മറബിൾ 2 days. താങ്ക് യു. ഇവിടെ പുതിയ വർഷം ആരംഭിച്ചപ്പോൾ എല്ലാ ബാച്ചിനോടും ഒരു അഡ്രസ് ഉണ്ടായിരുന്നു. ഒന്നിൽ ഞാൻ അഡ്രസ് ചെയ്ത്, ഷൈജ് അഡ്രസ് ഇങ്ങനെ ഞങ്ങളൊക്കെ അഡ്രസ് ചെയ്തു. ഈ അഡ്രസ് ചെയ്തപ്പോൾ ഞങ്ങൾ തുടർച്ചയായി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. മരീനൈറ്റ് എന്നത് ആരാണ്? ഹൗ ടു ഡിഫൈൻ എ മരീനൈറ്റ്. ഇനി ആ ആശയത്തിലേക്ക് വന്നത് മുഴുവനും ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കണ്ടിട്ടാണ്. അഥവാ നിങ്ങളാണ് ഈ മരീനൈറ്റ് എന്ന ആശയത്തെ ഒന്ന് മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കണ്ടിട്ടാണ് എങ്ങനെ ആയിരിക്കണം എന്ന് കുട്ടികളോട് ഞങ്ങൾ ഇപ്പോൾ പറയാറുള്ളത്. നിങ്ങളെ കണ്ടുകൊണ്ടാണ്
മരിയൻ എങ്ങനെ രൂപപ്പെടുത്തണം എന്ന് ഞങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും അപ്രധാനങ്ങളല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് മരിയൻ കോളേജിന്റെ അലുമിനി അസോസിയേഷൻ എന്ന് ഏറ്റവും സന്തോഷത്തോടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണാൻ അവസരം ലഭിച്ചതിൽ. പ്രത്യേകിച്ചും ഇവിടെ പഠിച്ചു പോയ എല്ലാവരും ഈ കോളേജിനെ സ്നേഹിക്കുന്നു എന്നറിയാം. ഈ അവസരത്തിൽ പ്രത്യേകിച്ചും റിട്ടയർ ചെയ്തു പോയ മിക്ക അധ്യാപകരും ഇവിടെയുണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം, ഇതൊക്കെ മരിയൻ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മരിയൻ അലുമിനി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. അലുമിനി അസോസിയേഷൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ജോസഫ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കരിയർ മെന്ററിങ്ങിൻ്റെ കാര്യത്തിലും അവർക്ക് ഇൻഡസ്ട്രിയിൽ വരുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ച് സെഷൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇന്നേ ദിവസം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി മരിയൻ കോളേജിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ സാന്നിധ്യത്തിന്, നിങ്ങളുടെ ഈ സഹകരണത്തിന്, ഒന്നിച്ചു കൂടുമ്പോഴുള്ള സന്തോഷത്തിന് എല്ലാവിധ പിന്തുണകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മളെ പഠിപ്പിച്ച, നമ്മളാക്കിയ നമ്മുടെ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് ഗുരുപൂജ. വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ സാധിക്കുന്നു. എന്നെ ഏൽപ്പിച്ച കർത്തവ്യം BBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, BBA ഡിപ്പാർട്ട്മെൻറ്റ് ആ കോഴ്സിൽ പഠിച്ച എല്ലാ കുട്ടികളും ഒരു മനസ്സോടെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു പേരാണ് BBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന പ്രിയപ്പെട്ട ജോജി സാർ. ഒരുപാട് സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോജി സാർ. മുതൽ 2017 22 വർഷം ഞാനിവിടെ വർക്ക് ചെയ്തു. അതുപോലെ BBAയുടെ സ്ഥാനത്തും ഞാനായിരുന്നു. ആദ്യമാണ് HOD ആയിട്ട് കയറി, HOD ആയിട്ട് തന്നെ ഇവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ഇതാണ്, എനിക്ക് കുട്ടികളുടെ ഒരു ഫോർമേഷൻ, ഞാൻ BBA വിദ്യാർത്ഥികളുടെ ഞാനൊരു ഫോർമേഷൻ കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അവർക്ക് കൊടുക്കുന്ന ഫോർമേഷൻ, കൂടുതൽ ഫോർമേഷൻ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഓർക്കുമ്പോൾ. കാരണം ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയിലായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു സെമിനാരി ഈ പട്ടണത്തിലൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ 95-98 അപ്പോൾ ഞാൻ ഓർത്ത് കുട്ടികളിങ്ങനെ ഞാനൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത്. അങ്ങനെ ഒരു തന്നെയാണ്. കാരണം BBA കോഴ്സൊക്കെ ഒന്ന് ആദ്യമായിട്ട് വരിക, BBA MBA പോലും അധികമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BBA കോഴ്സിന് കൂടുതലും ഒരു ഫോർമേഷൻ ആവശ്യമാണ്, മാനേജറിയൽ പൊസിഷനിലേക്കുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൊടുക്കുന്നത് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി, കോൺഫിഡൻസ്, അതൊക്കെയാണ് ആദ്യം ശ്രമിച്ചത്. എന്നിൽ നിശ്ചിതമായിരിക്കുന്നത് കാര്യം ഞങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ളവനാണ് ഞങ്ങളുടെ മലയാളം ടീച്ചർ ബഹുമാനപ്പെട്ട മേരിക്കുട്ടി മിസ്സിനെ ആദരിക്കുക എന്നുള്ളതാണ്. ഇത്രമാത്രം ശാന്തത, ഇത്രമാത്രം സൗമ്യത ഉള്ള ഒരാളെ ആ സമയത്ത് കാണാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം ശാന്തതയും സൗമ്യതയും ഇല്ലാത്തൊരു വലിയ ബാച്ചിനെ സ്നേഹവും സൗമ്യതയും കൊണ്ട് മാത്രം കൈയടക്കി വെച്ചിരുന്ന ഞങ്ങളുടെ ഒരു വർഷം അത്ര നല്ല രീതിയിൽ ഞങ്ങളെ നയിച്ച ടീച്ചറാണ് മേരിക്കുട്ടി ടീച്ചർ. എല്ലാവരുടെയും
കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റുമായിരുന്നു. ഈ വൈകിയ വേളയിൽ ഇനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെന്നെ ഓർത്തതിനും എന്നെ ഈ അവസരത്തിൽ വിളിച്ചതിനും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനും ആദരവിനും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിള്ളേരെ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകുന്ന അത്രയും ആത്മാർത്ഥതയുള്ള ആളാണ് സാബു സാറ്. സാറിനെ ഞാൻ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തു. രണ്ട് വാക്കെന്നുള്ളത് 2 വാക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്സ് ഫോമുല മാത്രമേ ഉള്ളൂ. അതായത് ഇതേ ഉള്ളൂ, പറത്രേ ഉള്ളൂ. ഞാനെന്നൊരു വ്യക്തിയിൽ നിന്ന് മരിയൻ കോളേജ്, ഞാൻ മൈനസ് മരിയൻ കോളേജ് ഈക്വൽ ടു 0, ഞാൻ പ്ലസ് മരിയൻ കോളേജ് ഈക്വൽ ടു 1. അതാണ് എൻ്റെ ഇത് പറയാനുള്ളത്. ഇവിടെ നമുക്ക് അറിയാം, അതായത് മരിയൻ കോളേജ് സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. 10-ാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് പ്രാർത്ഥനയോടുകൂടി വട്ടക്കുഴി പിതാവ് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചത്. അന്ന് എൻ്റെ 30ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ദൈവം തന്ന സമ്മാനമായിട്ടാണ് ഞാൻ മരിയൻ കോളേജ് നടത്തുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ മാത്തമാറ്റിക് പറഞ്ഞ 10,600 ദിവസങ്ങളാണ് മരിയൻ കോളേജിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് 1000-ൽ ചില്ലുവാനും ദിവസങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന മജോറിറ്റി മരിയൻ കോളേജ് പഠിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് പോലും നിങ്ങളെ ഇവിടെ വർത്തിച്ചതിൻ്റെ പുറകുള്ള വികാരം എന്താണ്? മരിയെന്ന വികാരമാണ്. ആ വികാരത്തിൻ്റെ ഭാവമായിട്ട് എനിക്ക് സാധിച്ചത് തീർച്ചയായും ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ അതായത് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ശേഷം സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. ഞാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഭൂമിയിലായിരിക്കുമ്പോൾ ഞാനും സ്വർഗത്തിലായിരുന്നു, ഞാൻ മരിയൻ കോളേജിലായിരുന്നു. സത്യമാണ്, ഞാൻ എന്താ പ്രാസോപ്പിച്ച് പറഞ്ഞതല്ല. എൻ്റെ 2ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് മരിയൻ കോളേജായിരുന്നു. അത് ഞാൻ എന്നും പറയും, എൻ്റെ പിള്ളേരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാര്യയെക്കാട്ടിൽ അല്ലെങ്കിൽ ഒറിജിനൽ ഭാര്യയെക്കാളും കൂടുതൽ സമയം ഞാൻ ചിലവഴിച്ചത് ഈ മരിയൻ കോളേജിലാണ്. അതുപോലെ മരിയൻ കോളേജ് എന്നെ സ്നേഹിച്ചു, ഞാനും മരിയൻ കോളേജ് സ്നേഹിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് 1997-2000 ബാച്ചിലർ സ്റ്റുഡൻ്റാണ്. ഇക്കണോമിക്സിൽ അല്പം വീക്കായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇക്കണോമിക്സ് അധ്യാപകർ എല്ലാവർക്കും അറിയാം, ഫാദർ റോയ് എബ്രഹാം. റോയ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അച്ഛനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛനെ ഞങ്ങൾ ക്ഷണിക്കാനായിട്ട് ഞാനും എൻ്റെ ക്ലാസ്മേറ്റ് അൽമിനിയുടെ പാസ് പ്രസിഡൻ്റാണ് വിനോയ്, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്തിരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കായി ഭക്ഷണവും ഒരുക്കി ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് സമയം അതിനുവേണ്ടി കണ്ടെത്തി ഏറെ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച് അച്ഛൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്കുള്ള കാര്യങ്ങൾ വരെ മാറ്റിവെച്ച് ഇവിടെ എന്തായാലും എത്തിച്ചേരുമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് പോകാനായിട്ട്. ഞാൻ അച്ഛനെ പൊന്നാട അണിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഞാൻ ഏതായാലും നീട്ടിയൊന്നും പറയുന്നില്ല. എല്ലാവരെയും പേഴ്സണലായിട്ടൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സന്തോഷം. ജോജി, നമ്മുടെ നെൽസൺ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഫൈലിംഗ് സ്റ്റേജ് ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ശരിയാന്ന് തോന്നുന്നു. പക്ഷേ വി ആർ മേക്കിംഗ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷൻസ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കത് കേരളത്തിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു അലുമിനി അസോസിയേഷൻ ആയിരിക്കും മരിയൻ്റെ. സോ താങ്ക്സ്. എല്ലാവരുടെ പരിപാടികളാണ്. ഞാനെപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് എന്നോട് വെറുതെ ഇപ്പം ടീച്ചേഴ്സ് പറയാം, ടീച്ചേഴ്സ് പറയും ഇനി മേലിൽ മരിയനെ കുറിച്ച് വേണ്ടി പോരും. കാരണം ഏത് മീറ്റിംഗ് കൂടുമ്പോൾ എന്തായാലും പറഞ്ഞു പോകും അറിയാതെ. അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ വീട്ടിലും അതുപോലെ മരിയനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാം, എന്താ ഈ മരിയനിൽ മാത്രം എന്നെല്ലാവരും പറഞ്ഞത് എന്നോട് ഇപ്പം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോടെല്ലാം ആയിരിക്കുന്നതിൽ ഇവിടെ ആയിരിക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് തരുന്നു. എല്ലാവർക്കും നന്ദി. വളരെ സന്തോഷം ഇവിടെ അലുമിനി കെട്ടുന്നത് വന്നത്. ഞാൻ 2001 ബാച്ചാണ്. ഞങ്ങൾ അല്ലാതെ ഒന്ന് കുറച്ചൊന്ന്
ഒരു ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്തു. ശരിക്കും അധികം പേരെ ഒന്നും വന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങളുടെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 15-16 ആൾക്കാർ നമ്മുടെ ബാച്ചിൽ വന്നിട്ടുണ്ട്. ജോസഫ് അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാക്കാണ്, ഇവിടെ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അത് വളരെ ശരിയാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഞാനിവിടെ പഠിച്ചപ്പോൾ ഞങ്ങൾ BBA BCom എല്ലാം ബാച്ചസ് അങ്ങനെ ഓരോ ബാച്ചസേ ഉള്ളൂ. അപ്പം ഇവിടെ ഞങ്ങളുടെ ബോബി സാറ് ഹെൽത്ത് ക്ലബ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ രാവിലെ ഗേൾസിന് എയറോബിക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. പേര് കൊടുത്തപ്പം ഞങ്ങൾ 3 പേരുള്ള ഞാൻ, നിർമ്മൽ, BCAയിലുള്ള നിർമ്മല, ജിസ്, 3 പേർക്ക് വേണ്ടി മാത്രം സാറ് അന്ന് എയറോബിക്സ് ക്ലാസ് എടുത്തു. എന്നും രാവിലെ ഞങ്ങൾ വരും. സാറ് നല്ല ആത്മാർത്ഥത്തോടെ ക്ലാസ് എടുത്തു. അത് എൻജോയ് ചെയ്തെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതും. ഈ വീട്ടിൽ എല്ലാവരും കാണുമ്പോൾ ചോദിക്കും, ഇത്ര വീട്ടിൽ ഇൻലോസ് ഉണ്ട്, ഇൻലോസ് വയ്യാതെ കിടന്നപ്പോഴാണെങ്കിലും ഞാൻ എല്ലാം കൂടെ ഒന്നും എല്ലാം ചെയ്യുമായിരുന്നു. അതിന് എവിടെ നിന്നാണ് ഇത്ര ശക്തി കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്ക്സ് ടു ബോബി സാർ. അതാണ്. മരിയനിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും കാണാനും ഇവിടെ ആയിരിക്കുവാനും നിങ്ങളുടെ സ്നേഹാദരവോടൊക്കെ നിങ്ങളിവിടെ പഠിച്ചിരുന്ന സമയത്തും ഇപ്പോഴും എനിക്ക് നൽകുന്നതൊക്കെ ഏറ്റുപോകാൻ എനിക്ക് സാധിച്ചത്. എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. ഇപ്പോൾ വരാൻ സാധിച്ചപ്പോൾ നിങ്ങളുടെ വളർച്ചയും ഉയർച്ചയും ഒക്കെ കാണാനും മനസ്സിലാക്കാനും സാധിച്ചു. ഏവർക്കും പ്രത്യേകം നന്ദി. നിങ്ങളുടെ ഈ 2 ദിവസത്തെ മരിയൻ ഡയറീസിനും നിങ്ങളുടെ മരിയൻ അലുമിനി അസോസിയേഷനും തുടർന്ന പ്രവർത്തനങ്ങൾക്കുമുള്ള എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിൽ വരുവാനും എല്ലാവരെയും കാണാനും മാതൃതുല്യരും പിതൃതുല്യരുമായ ഈ അധ്യാപകരെയും എൻ്റെ സുഹൃത്തുക്കളെയും നോൺ ടീച്ചിങ് സ്റ്റാഫ്, ബാക്കി മറന്നുപോയ പല മുഖങ്ങളെയും വീണ്ടും കാണാനും ഓർമ്മിക്കാനും ഈ അവസരം കിട്ടിയതിൽ വളരെയധികം നന്ദി, വളരെയധികം സന്തോഷം. സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒരു ഹിന്ദി ടീച്ചർ എന്ന നിലയിൽ ഒരു കൺവീനിയൻ്റായിട്ട് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു ടീച്ചർ ആകാമായിരുന്നു സൂസി മിസ്. പക്ഷേ സൂസി മിസ്സിൻ്റെ ഒരു വേറിട്ട വ്യക്തിത്വത്തിൻ്റെ പേരിൽ സൂസി മിസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ എവർ ലാസ്റ്റിംഗ് എന്ന് പറയാവുന്ന ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇൻവൈറ്റ് യു ഓൺ ടു ദ ഡാൻസ്. സംസാരിക്കാൻ സൂസി മിസ്സിനെ എന്താ പറയുക, വികാര നിർഭരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ചിക്കു എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഒത്തിരി നന്ദി. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാകുന്ന എപ്പോഴാണ്? സ്നേഹം നിരസിക്കപ്പെടുമ്പോഴാണ്. സത്യം പറഞ്ഞാൽ ഞാനിന്ന് ഭയങ്കര മടി പിടിച്ച് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പം എന്നെ ഇടയ്ക്ക് ലിയാൻസ് വിളിച്ചു, നെൽസൺ വിളിച്ചു. അപ്പോഴൊക്കെ നോക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാലും എനിക്ക് വരണമെന്ന് ഒരു 99% പോലും തോന്നലില്ലായിരുന്നു. കാരണം ഇന്നലെ കോളേജ് വന്നിട്ട് പോയതാണ്. എനിക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അലുമിനി അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തു നോക്കി. എനിക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ ഇറങ്ങിപ്പോരുക ചെയ്തത്. കാരണം ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച് പഠിപ്പിച്ചതും ഏറ്റവും അധികം മരിയനിൽ സന്തോഷത്തോടു കൂടി ആയിരുന്നു ഒരു ബാച്ചിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ കണ്ടത്. അത് മറ്റാരുടെ ആയിരുന്നില്ല, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിരുന്ന ചിക്കു, ജെയ്സ്,
പ്രിൻസ്, അലക്സ് ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പിന്നെ വേറൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകും. അപ്പോൾ ഞാൻ അന്നേരം വിചാരിക്കുമായിരുന്നു, ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഏറ്റവും അധികം ഒരു പക്ഷേ ചിലപ്പോൾ ഇവർക്ക് വേദന തോന്നുമായിരുന്നു. കാരണം ഇവരെനിക്ക് നൽകിയ ആ സ്നേഹം എനിക്ക് തിരിച്ചിവർക്ക് നൽകാൻ സാധിച്ചില്ല. അപ്പം ഞാൻ ആ സ്നേഹം നിരസിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്കും ഇത് ഭയങ്കര ഒരു വേദനാജനകമായൊരു കാര്യമായി മാറിയേനെ എന്ന് ഞാൻ പോകുന്ന വഴിയൊക്കെ ചിന്തിക്കാറുണ്ട്. ഇവിടെ വന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് അതേ സന്തോഷമാണ് തോന്നിയത്. അവരെ എൻ്റെ മക്കളല്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവരെൻ്റെ മക്കളായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ നല്ല സ്നേഹബന്ധം പുലർത്തുന്ന അധ്യാപകർ അവരെല്ലാവരും തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ മരിയൻ ഡയറീസിൻ്റെ ഭാഗമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞങ്ങൾ ആദരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരെയായി ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ ഭാഗമാകുവാൻ മരിയൻ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് നെൽസനെ കൂടി ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു ചടങ്ങായി ഈ ഗുരു ദക്ഷിണ മാറി എന്നതിൽ ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. അടുത്തത് നമ്മൾ ഐ ലവ് മരിയൻ എന്ന ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ഇന്നിവിടെ റിവീൽ ചെയ്യുകയാണ്. അത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ റിവീലിംഗ് ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചേർന്നുള്ള ഒരു ഫോട്ടോ സെഷൻ ഉണ്ടാവും. അതിനുശേഷം അല്പസമയം നമ്മൾ ടീ ആൻഡ് സ്നാക്സിലേക്ക് പിരിയും.
കൃഷ്ണടാ പാപ്പം വരില്ലേ? അയാൾ വെറുതെ വിട്ടാൽ മതിയായിരുന്നു. 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവൂ. ക്ലാസ് പോയത് വേറെ. എന്താടാ നിന്റെയൊക്കെ ഷാജിപ്പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി വന്നേക്കണത്? അവന്മാരോട് പോകാൻ പറ. തുടങ്ങാണല്ല ഇനിങ്ങള് മുട്ടയിടും. പൂരം കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ. ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ, ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണമോക്കിതേ. ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ, ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണമോക്കിതേ. വേതാളം വന്നു വന്നു പേടിച്ചു പാഞ്ഞൊളിച്ചതാ, ഞങ്ങൾ 96-99 ബാച്ചാണ് BBA. ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് വന്നിട്ടുള്ള ഞാനുണ്ട്, അബു, റോബി, 3 പേരാണ് ഇന്ന് വന്നേക്കുന്നത്. കുറച്ച് പേര് നാളെ എത്തത്തുള്ളൂ. അപ്പോൾ പ്ലീസ്. ഇപ്പം ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവർക്കും അറിയാം 3 പേരാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. സ്വർഗത്തിൽ ഇരുന്നവർ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. ഒന്ന് താജുദ്ദീൻ, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. താജുദ്ദീനായിരുന്നു, വണ്ടിപ്പെരിയാറാണ് താജുദ്ദീൻ്റെ വീട്. താജുദ്ദീനായിരുന്നു ആദ്യമേ നമ്മുടെ വിട്ടുപോയത്. പിന്നെ ജയ, 2017 ജയ ജോസഫ്, എറണാകുളത്തായിരുന്നു ജയയുടെ വീട്, രണ്ടാമത്തെ ആൾ. പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ശിഖ ആൻ്റണി എന്ന് പറഞ്ഞ SIMയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശിഖയും നമ്മളെ വിട്ടുപിരിഞ്ഞു. അപ്പോൾ ഇവർക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ആലോചിച്ചു. കാരണം ഇവരുടെ ഒരു മെമ്മറി നമ്മുടെ കൂടെ നിൽക്കണം. ഒപ്പം ഒരു ലോങ് ടൈം മെമ്മറിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഒരു മനസ്സിൽ എല്ലാവരുടെയും, ഞങ്ങളുടെ എല്ലാ ബാച്ച്മേറ്റ്സിൻ്റെ ഒരു ഐഡിയ, ഒരു സ്കോളർഷിപ്പ്, നമ്മുടെ BBA ബാച്ചിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു സ്കോളർഷിപ്പാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. കുറേയധികം അവാർഡ്സും ഗിഫ്റ്റും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി മോസ്റ്റ് പ്രോമിസിങ് ചാപ്റ്റർ ഈ സെഗ്മെൻറ്റിലുള്ള അവാർഡാണ് നൽകുന്നത്. മാക് പൂനെ ചാപ്റ്ററും മാക് EU ആൻഡ് UK ചാപ്റ്ററും ചേർന്ന് ഈ പുരസ്കാരം പങ്കിടുന്നു. ഈ ചാപ്റ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുൻപോട്ട് കടന്നു വരിക. ഇവിടെ വന്ന എല്ലാവർക്കും ഇവിടെ പങ്കെടുക്കാനും നിങ്ങളുടെ ടാലൻസ് കാണിക്കാനുമുള്ള അവസരമുണ്ട്. ലിസ്റ്റിൽ പേരില്ലെങ്കിലും നേരത്തെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഇപ്പോൾ അതിനുള്ള അവസരമുണ്ടാവും. ഓർമ്മ
ഇന്നത്തെ കൾച്ചറൽ ഇവൻറ്റിൽ വേറൊരു സെഗ്മെൻ്റ് കൂടിയുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുക എന്നതും നമ്മുടെ ഈ ഒത്തുകൂടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ പേര് മാത്യു ബോബി. ഞാൻ ഈ വർഷം പാസ് ഔട്ട് ആയതാണ്. ഞാൻ പഠിച്ചത് MMH, പിന്നെ ഞാൻ ഡിഗ്രി മാത്സ് ആയിരുന്നു, അതും ഇവിടെ തന്നെയായിരുന്നു 1922. പിന്നെ എൻ്റെ വീട് പീരുമേട് തന്നെയാണ്. ഇപ്പോൾ കോഴ്സ് ജസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ അമ്മ, വല്യമ്മ, കല്യാണം കഴിഞ്ഞിട്ടില്ല. താങ്ക് യു. അടുത്തത് 2023-24 ബാച്ചിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുന്നോട്ട് വരൂ. പെട്ടെന്ന് വരൂ. അഭിഷേക് സജി. ഞാൻ MMH 2022 പാസ് ഔട്ടാണ്. ഞാനിപ്പം ദുബായ് ചാപ്റ്ററിലാണ്. ദുബായിലൊരു ട്രാവൽസിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വീട് കട്ടപ്പനയാണ്. അപ്പം റീസെൻ്റ് BBAയിലായിരുന്നു. 2017-20 ബാച്ചായിരുന്നു. പിന്നെ ഇപ്പം LLB കോഴ്സ് കഴിഞ്ഞു. ഈ വരുന്ന ഡിസംബർ മോസ്റ്റ് പ്രോബബ്ലി എൻറോൾഡ് ആവും. ആലുമിനി എൻഗേജ്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ചാപ്റ്റർ. Award for Outstanding Chapter Alumni Engagement, runners-up MAC Travancore Chapter. Representatives, please come forward and collect the trophy. Travancore Chapter members, ഈ പുരസ്കാരം സ്വീകരിക്കുന്നു. Outstanding Chapter Alumni Engagement, runners-up MAC Travancore Chapter. Congratulations. Thank you. Award for Outstanding Chapter Alumni Engagement. Winners, MAC Bengaluru. Okay, first prize, MAC Bengaluru Chapter for Alumni Engagement, Award for Outstanding Chapter. Thank you. Miran Rajas ഇപ്പോൾ ഒരു ഭക്തിഗാനം ആലപിക്കുന്നു. MAC പ്രസിഡന്റ് അഡ്വക്കേറ്റ് നെൽസനെയും ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി. വീഡിയോയിൽ കണ്ടുപോലെ ബർത്ത്ഡേ സെലിബ്രേഷൻ, സൈക്ലിംഗ് ക്ലബ്, ബുക്ക് ക്ലബ്, ഓണം സെലിബ്രേഷൻ, അങ്ങനെ നിരവധി പുതിയ ഇനിഷ്യേറ്റീവ്സ് ചെയ്തു വന്ന കൊച്ചിൻ ചാപ്റ്റർ. New initiatives. First prize, MAC Cochin Chapter. Cochin Chapter എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. Outstanding Chapter Charity and Social Service, runners-up MAC North America. നോർത്ത് അമേരിക്കയ്ക്ക് വേണ്ടി ജിൽസ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. താങ്ക് യു. Outstanding Chapter Charity and Social Service, first prize, MAC UAE. നമുക്കൊരു മനോഹരമായ ഗാനം ആസ്വദിക്കാം. 2012-2014 MSW ബാച്ചിലെ ജിൻഡു സിബി ഇപ്പോൾ നമുക്കായി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നു. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം, നീ ഒരു കുറിയൻ കാറ്റേ. കാണുമ്പോൾ
പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ പ്രിയമാനസം ചൊല്ലും മൊഴി കാതിൽ നീ ചൊല്ലും നിന്റെ തരിവളകൾ പൊട്ടിച്ചിരിയുണർത്തും പുഴ കണ്ണാടി നോക്കും കാറ്റേ ഓ Most outstanding chapter runners up, MAC Cochin chapter. Most outstanding chapter winners, MAC UAE chapter. Representatives, please come. ഇനി ഇൻഡിവിജ്വൽ അവാർഡ്സ് ആണ്. കഴിഞ്ഞ ഒരു വർഷം മരിയൻ അലുമിനി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്ത ചില വ്യക്തികളെ ഈ വേദിയിൽ ഒരു പുരസ്കാരം നൽകി നമ്മൾ അനുമോദിക്കുന്നു. വിന്നർ ഫസ്റ്റ് പ്രൈസ് ഡാരിയോ എബി. മരിയൻ ഡയറീസ് കൺവീനർ ഡാരിയോ എബി. ഫസ്റ്റ് പ്രൈസ് ഡാരിയോ എബി. റണ്ണേഴ്സ് അപ്പിൽ ആദ്യമായി ഔട്ട്സ്റ്റാൻഡിംഗ് ഗവേണിംഗ് കമ്മിറ്റി മെമ്പർ, എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ജ്യോതി ജോസ്. സെക്കൻഡ് മെറിൽ മാത്യു. അടുത്തത് മൂന്നാം സമ്മാനം ട്വിങ്കിൾ ഇബ്രഹാം, ഗവേണിംഗ് കമ്മിറ്റി മെമ്പർ, ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ. വിന്നർ ഫസ്റ്റ് പ്രൈസ് മോൺസി അലക്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഗവേണിംഗ് കമ്മിറ്റി മെമ്പർ. വിന്നർ ഫസ്റ്റ് പ്രൈസ് ഷെയർഡ് അക്സ ആൻഡ് തോമസ്. ഔട്ട്സ്റ്റാൻഡിംഗ് ചാപ്റ്റർ ചെയർപേഴ്സൺ മാക് UAE ചാപ്റ്ററിന് വേണ്ടി എമിൽ ചാണ്ടി. ആൻഡ് ദ വിന്നർ മാക് കൊച്ചിൻ ചാപ്റ്റർ ചെയർപേഴ്സൺ റേനു എബ്രഹാം, EU ആൻഡ് UK. ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ചാപ്റ്റർ റെപ്രസെൻറ്റേറ്റീവ് ഷിനോയെ ക്ഷണിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ ഒരു സോളോ, ഒരു ഗിറ്റാർ സോളോ.
മണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം എങ്ങോ കൊഴിയും നേരം എൻ്റെ ഹൃദയം തേങ്ങി മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പെട് കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാങ്ങുന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത്